എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ തുടങ്ങുന്നു. നക്ഷത്രങ്ങളുടെ പേരുകൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. 27 നക്ഷത്രങ്ങളാണുള്ളത്. അവയുടെ പേരുകൾ കൃത്യമായി അതേ ക്രമത്തിൽ ഓർത്തെടുക്കേണ്ടതാണ്. നക്ഷത്രങ്ങളെക്കുറിച്ചിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അധികം പറയാനുള്ളത് കൊണ്ട് എല്ലാം ഈ വീഡിയോയിൽ തികയ്ക്കാൻ സമയമുണ്ടാകില്ല. ഇതിന് ശേഷമുള്ള വീഡിയോയിൽ അതിനെ തുടർന്നുള്ള പാഠഭാഗങ്ങൾ, അതിൻ്റെ ഗണിതപരമായിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നക്ഷത്രങ്ങളുടെ പേരുകൾ ക്രമത്തിൽ നമ്മൾക്ക് പഠിക്കാം. നക്ഷത്രം ആരംഭിക്കുന്നത് അശ്വതിയിലാണ്. ഒന്നാമത്തെ നക്ഷത്രം അശ്വതി. സംസ്കൃതത്തിൽ ഇതിനെ അശ്വിനി എന്ന് പറയും. രണ്ടാമത്തെ നക്ഷത്രം ഭരണി എന്ന് തന്നെയാണ് സംസ്കൃതത്തിലും പറയാറ്. മൂന്നാമത്തെ നക്ഷത്രം കൃത്തിക എന്ന് സംസ്കൃതത്തിൽ പറയും. നാലാമത്തെ നക്ഷത്രം രോഹിണി എന്ന് തന്നെയാണ് സംസ്കൃതത്തിൽ പറയാറ്. അഞ്ചാമത്തെ നക്ഷത്രം മകയിരം, മൃഗശിര എന്നൊക്കെ നമ്മൾ സംസ്കൃതത്തിൽ പറയും. ആറാമത്തെ നക്ഷത്രം തിരുവാതിര, ആർദ്ര എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. ഏഴാമത്തെ നക്ഷത്രം പുണർദം, പുനർവസു എന്ന് നമ്മൾ പറയും. എട്ടാമത്തെ നക്ഷത്രം പൂയം, പുഷ്യം എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. ഒമ്പതാമത്തെ നക്ഷത്രം ആയില്യം, ആശ്ലേഷം എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. പത്താമത്തെ നക്ഷത്രം മഘ എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. 11ാമത്തെ നക്ഷത്രം പൂരം, പൂർവ ഫൽഗുനി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. 12ാമത്തെ നക്ഷത്രം ഉത്തര ഫൽഗുനി എന്ന് സംസ്കൃതത്തിൽ പറയും. 13ാമത്തെ നക്ഷത്രം അത്തം, ഹസ്തം എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. 14ാം നക്ഷത്രം ചിത്ര എന്ന് സംസ്കൃതത്തിൽ പറയും. 15ാമത്തെ നക്ഷത്രം ചോതി, സ്വാതി എന്ന് നമ്മൾ സംസ്കൃത നാമം ആയിട്ട് പറയും. 16ാമത്തെ നക്ഷത്രം വിശാഖ എന്ന് തന്നെയാണ് നമ്മൾ സംസ്കൃതത്തിൽ പറയാറ്. 17ാമത്തെ നക്ഷത്രം അനുരാധ എന്ന് സംസ്കൃതത്തിൽ പറയും. 18ാമത്തെ നക്ഷത്രം തൃക്കേട്ട, ജ്യേഷ്ഠ നക്ഷത്രമായിട്ടാണ് സംസ്കൃതത്തിൽ പറയാറ്. ജ്യേഷ്ഠ എന്നാണ് സംസ്കൃത നാമം. 19ാമത്തെ നക്ഷത്രം മൂല എന്ന് തന്നെയാണ് നമ്മൾ സംസ്കൃതത്തിലും പറയാറ്. 20ാമത്തെ നക്ഷത്രം പൂരാടം, പൂർവാഷാഢം എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. 21ാമത്തെ നക്ഷത്രം ഉത്രാഷാഢ എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. 22ാമത്തെ നക്ഷത്രം തിരുവോണം, ശ്രവണ നക്ഷത്രം എന്നാണ് സംസ്കൃതത്തിൽ പറയാറ്. 23ാമത്തെ നക്ഷത്രം അവിട്ടം, ധനിഷ്ഠ എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. 24ാമത്തെ നക്ഷത്രം ചതയം, ശതഭിഷ എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. 25ാമത്തെ നക്ഷത്രം പൂരൂരുട്ടാതി, പൂർവഭദ്രപാദ എന്ന് സംസ്കൃതത്തിൽ പറയും. 26ാമത്തെ നക്ഷത്രം ഉത്രട്ടാതി, ഉത്തരഭദ്രപാദ എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. 27ാമത്തെ നക്ഷത്രം രേവതി എന്ന് തന്നെയാണ് സംസ്കൃതത്തിൽ പറയാറ്. ഇങ്ങനെ 27 നക്ഷത്രങ്ങളുടെ പേര് ക്രമത്തിൽ ഹൃദിസ്ഥമാക്കി വയ്ക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ അടിസ്ഥാന പാഠങ്ങളിൽ വളരെ വേണ്ടപ്പെട്ടവ തന്നെയാണ്. ഇതുകൂടാതെ ഒരു നക്ഷത്രം ഉള്ളതായിട്ട് പറയാറുണ്ട്. അത് നമ്മളുടെ നക്ഷത്ര ചക്രത്തിൻ്റെ ഭാഗം തന്നെയാണ് എങ്കിലും 2 നക്ഷത്രങ്ങൾക്ക് ഇടയിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങളായിട്ട് ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും മധ്യത്തിലായിട്ട് ഒരു അഭിജിത്ത് നക്ഷത്രം ഉള്ളതായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ട്. പക്ഷേ അതെന്നാൽ നമ്മളുടെ സാധാരണ നക്ഷത്രചക്രത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കാറില്ല. 28ാമത്തെ നക്ഷത്രം ഉണ്ടെങ്കിൽ പോലും അത്
ഉത്രാടത്തിൻ്റെ ഒരു പാദവും തിരുവോണത്തിൻ്റെ ആദ്യം കുറച്ച് ഭാഗങ്ങളും ചേർന്നിട്ടുള്ളതാണ് സങ്കല്പം. അത് ഈ നക്ഷത്ര ചക്രത്തിൽ നിന്നും പ്രത്യേകിച്ച് വേറൊരു സ്ഥാനം അതിനില്ല. ഇത്രയുമാണ് നമ്മൾ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് എങ്ങനെ രാശിചക്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നും അതിൻ്റെ ഗണിതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. എവർക്കും നന്ദി, നമസ്കാരം.